ഹായ് ഹലോ, ഞാൻ ഷഹനാസ്, ഷഹറോസ് ചാനലാണ്. അപ്പോൾ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഫോറവറിൻ്റെ കുറച്ച് നെഗറ്റീവാണ്. നമുക്ക് ആ നെഗറ്റീവ് ഒന്ന് കേട്ടിട്ട് വരാം. ഓക്കെ. ഹലോ രശ്മി, എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായ ഒരു റിവ്യൂ പറയാനായിട്ട്. ഇപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ വന്നു. അപ്പം ഞാൻ അപ്പോൾ ഒക്കെ വിചാരിച്ചു ഇതൊക്കെ ശരിക്കാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടോടു കൂടി തന്നെയാണ് കയറി വന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കോംബോ പാക്കായിരുന്നു എടുത്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ പല പ്രൊഡക്റ്റുകളും എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു അപ്പോൾ അത് ഞാൻ എനിക്ക് ഫസ്റ്റ് ഇൻകം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ അത് വാങ്ങി ഗാർസീനിയ പ്ലസ് എട്ടാ ഫോറവറിൻ്റെ. അപ്പോൾ അത് വാങ്ങുന്നത് അപ്പം എനിക്ക് ഗുഡ് ഈവനിങ് മാം, ഞാൻ ഷീജയാണേ. ഞാൻ വോയിസ് ഇടാൻ കാരണം ഞാൻ പറഞ്ഞില്ല, RG+ ഞാൻ എടുത്തതിനകത്ത് എൻ്റെ ഫാദറിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്. ഫാദറിന് ഹാർട്ട് പേഷ്യൻ്റാണ്, അതേപോലെ സ്ട്രോക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഈ 1 മന്ത് RG+ കഴിച്ചിട്ട് ഇന്ന് ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴത്തേനും 22 ഇയേഴ്സായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഹാർട്ടിൽ ബ്ലോക്ക് അലിഞ്ഞു പോകാനുള്ള ഒരു മെഡിസിൻ. ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ അത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് RG+ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എടാ പിന്നില്ലേ, ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ഞാനില്ലേ നമ്മളെ ഹീറ്റ് ലോഷൻ ഇല്ലേ, അത് യൂസ് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഈ ഷോൾഡർ ഉണ്ടല്ലോ, നമ്മൾ ബാക്ക് അവിടെ ഭയങ്കര പെയിൻ, ഷോൾഡറിൻ്റെ 2 ഷോൾഡറും. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ കൈ വെറുതെ തൂക്കിയിട്ട് നിന്നാൽ വരെ ഇങ്ങനെ വേദന എടുക്കും. എന്നിട്ട് ഞാൻ ഫുള്ള് കരച്ചിലായിരുന്നു ഉമ്മാനോട് പറഞ്ഞിട്ട്. ഉമ്മാടെ അറിയുമ്പോൾ ഉമ്മാർ ഈ 24 മണിക്കൂർ ഫോണിൽ കളിച്ചിരുന്നിട്ട് അത് തന്നെ ആവും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ബസ്സിൽ ഇങ്ങനെ തൂക്കി പിടിക്കണമല്ലോ കൈ, അതുകൊണ്ടാവും എന്നുള്ള ഇതിൽ എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു, തണ്ടൽവേദന എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. കിടക്കാൻ മാത്രം പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരെ പറഞ്ഞയച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം ചെറിയ ബേബി ഉള്ള കാരണം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പകരം എൻ്റെ കയ്യിൽ RG+ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അലോവേര ജെല്ല് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം എന്താ, ഞാൻ നമ്മുടെ ഫോറവറിൻ്റെ അലോബെറി നെക്ടാർ യൂസ് ചെയ്ത ഒരാളാണ്. ഞാനും എൻ്റെ ഫാമിലി നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരാളാണ്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് PCOD എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവളെ സംബന്ധിച്ചിട്ട് നല്ല രീതിയിൽ പെയിൻ കാര്യങ്ങൾ ഹൈ ലെവലായിരുന്നു PCOD. 2 വർഷത്തോളം നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. 2 മാസം കൂടുന്തോറും നമ്മൾ സ്കാനിങ്ങും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ 2 വർഷത്തോളം നമ്മൾ കയറി ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും മാറ്റം വരുത്താൻ പറ്റിയില്ല. ആൾ കുറച്ച് നല്ല നിറമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവളെ സംബന്ധിച്ച് നമ്മുടെ പീരിയഡ്സ് ആവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ലാവൻഡർ ഷെയ്ഡായി പോകും. അത്രത്തോളം പെയിന്, വൊമിറ്റിങ്, തലകറക്കം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് ഭയങ്കര കണ്ടു നിൽക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ഫോറവറിൻ്റെ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. നമ്മൾ ട്രെയിനിങ്സിലൂടെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോഡക്റ്റ് ക്യാച്ച് ചെയ്ത് ഞാനത് പെട്ടെന്ന് വാങ്ങിച്ചു. ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുത്ത സമയത്ത് 1 ബോട്ടിൽ, വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല, 1 ബോട്ടിൽ മാത്രമാണ് ഞാൻ അന്ന് വാങ്ങി. ഉള്ള ഒരാളാണ്, നല്ല മുട്ടുവേദന ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് തന്നെ മുട്ടുവേദനക്ക് ഹീറ്റ് ലോഷൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാക്ക് അത് വാങ്ങി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്താ ഉപ്പാക്ക് തന്നെ അത് വാങ്ങി കൊടുക്കാമെന്ന് സെലക്ട് ചെയ്തത് എന്ന് എന്നിട്ട് അതും ഇപ്പോൾ ഗുളിക കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഞാൻ പേഴ്സണലി ഫോറെവർ അലോബെറി നെക്ടാർ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തൈറോയിഡൊക്കെ നല്ല കുറഞ്ഞു. തൈറോയിഡ് കുറഞ്ഞു മീൻസ് അതും അത്ഭുതം എന്ന് പറയട്ടെ. ഒരാഴ്ചയിൽ കൂടുതലായി തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചിട്ട്. ഇപ്പോൾ പ്രസവ സമയത്ത് 22 ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കൂടിയിട്ടെങ്കിലും ഉണ്ടായി, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 150 ഡിഗ്രി തന്നിട്ട് അതും ഇപ്പോൾ ഗുളിക കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി
തിന്നാത്തത്. പക്ഷെ ഞാൻ അലോബെറി നെക്റ്റാർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു 3 ദിവസം കുടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നോർമലി ഫുഡ് ഡെലിവറി കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകുമല്ലോ ഹോസ്പിറ്റലിൽ. അപ്പോൾ 40 ഡേയ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇതല്ല, ഇതിൽ കൂടുതൽ നെഗറ്റീവ് ഉണ്ട്. എനിക്ക് സമയക്കുറവ് മൂലം എനിക്കെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറവറിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് പറഞ്ഞിട്ട് കുറേ റീലുകൾ ഞാൻ കാണാറുണ്ട്. അതായത് ഫോറവർ സ്കാമാണ്, ഫോറവർ തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസിറ്റീവ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവൊക്കെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഫോറവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഇത്രയും നല്ലൊരു 46 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചിട്ട് ഒരു 20ഓളം ഓഫീസുകൾ ഇന്ത്യയിലുണ്ട്. വൈറ്റിലയിൽ ഇതിൻ്റെ ഓഫീസുണ്ട്. ഇത്രയും നന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു കമ്പനിയെക്കുറിച്ച് ഇത്രയും ക്ലിയറായിട്ട് ഒരു പോസിറ്റീവ് പറയുമ്പോൾ അത് പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? പിന്നെ അത് അവരുടെയൊക്കെ ജീവിതമാർഗ്ഗമാണല്ലോ. ഈ നെഗറ്റീവ് പറഞ്ഞെങ്കിലും അവർക്കൊക്കെ ഒരു ജീവിതമാർഗം, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ജീവിതമാർഗം അവർക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ട് ഇത് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ഒരു ഗ്രോത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു കമ്പനിയും പറഞ്ഞിട്ടില്ല നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നു മാസം ശമ്പളം തരാമെന്ന്. ഒരു കമ്പനിയും പറഞ്ഞിട്ടില്ല. ചിലർ ഈ റീൽസൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ ചെന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കമൻറ്റ് ഇടുന്നതാണ്, സെയിമാണ് ഫോറവർ തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നൊക്കെ. ഫോറവർ എങ്ങനെയാണ് നിങ്ങൾക്ക് തട്ടിപ്പും വെട്ടിപ്പും ആയത്? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സൂം മീറ്റും തരുന്നുണ്ട്, അല്ലേ? സൂം മീറ്റിൽ നിങ്ങൾക്ക് കമ്പനിയെ കുറിച്ചിട്ടും വർക്കിനെ കുറിച്ചിട്ടും ഏണിങ്സിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കേട്ടിട്ട് എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എല്ലാം മനസ്സിലായോ? എനിക്കെല്ലാം മനസ്സിലായി എന്നാൽ നിങ്ങൾ എല്ലാവരും ഭൂരിഭാഗം പേരും പറയാറ്. അപ്പോൾ അത് കഴിഞ്ഞ് പോട്ടെ, വർക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന മീറ്റിംഗ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ലൈവ് മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 4 to 5 ട്രെയിനിങ്സ് തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അല്ലാതെ നിങ്ങളെ ഇന്ന് 30,000 മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല തരുന്നത്. ഈ 30,000 നിങ്ങൾ തന്നു, എൻ്റെ 30,000 പോയി, 5,000 പോയി എന്ന് പറയുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് പോയത്? നിങ്ങൾ 30,000 മുടക്കിയെങ്കിൽ 5,000 രൂപ മുടക്കിയെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫോറവറിൻ്റെ 100% ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? ആ പ്രോഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു? തെങ്ങിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടോ? അതെടുത്ത് കളഞ്ഞോ? നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫോറവറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അർത്ഥം. ഈവൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ ആ പ്രോബ്ലംസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സൊല്യൂഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോറവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ 30,000 മുടക്കി ഇതിലേക്ക് ചേര്, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ആദ്യം ഒരു ട്രസ്റ്റ് വേണം. അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് വിജയിക്കുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും ഒക്കെ എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഇതിലെ എല്ലാ ആൾക്കാരും ഇതിൻ്റെ മാനേജേഴ്സും മാനേജറും ഒക്കെ ഹൗസ് വൈഫായിട്ടുള്ളവരും സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവരും എംപ്ലോയീസ് ആയിട്ടുള്ളവരും ഉണ്ട്. അവരൊക്കെ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിരുന്ന് പോയിരുന്നെങ്കിൽ അവർക്കൊന്നും ഇത്രയും വലിയ നിലയിലൊന്നും എത്താൻ പറ്റില്ല. ഈവൻ എനിക്ക് പോലും, ഞാനൊരു ഹൗസ് വൈഫായ എനിക്ക് പോലും എനിക്കിന്നത് ചെയ്യാൻ, ഈ ഒരു ഇതിൽ വന്നിട്ട്, ഈ ഒരു ചാനൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴിയാണ്. ഞാൻ ധൈര്യമായിട്ട് എവിടെയും ഞാൻ എൻ്റെ നെഞ്ച് കൈവച്ച് ഞാൻ പറയും. മനസ്സിലായില്ലേ? ഞാൻ അത്രയും എനിക്കൊരു ധൈര്യം ഉണ്ടാക്കി തന്നത് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനേക്കാൾ എനിക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻകം, ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി വഴി എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിലെവിടെയാണ് നിങ്ങൾ ഈ തട്ടിപ്പും വെട്ടിപ്പും കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരാളല്ല, ഒരുപാട് പേര് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്.
47 വർഷമായിട്ട് ഒരു കമ്പനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്ത് തട്ടിപ്പും വെട്ടിപ്പുമാണ് കാണുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഒരു റീൽസ് ചെയ്യുക. പറയുന്നുണ്ട്, നിങ്ങളോട് ആദ്യമേ പറയുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നില്ല എന്ന് പറയുന്നു. എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ തരുന്ന കാശിന് നിങ്ങൾക്ക് സാധനം തരുന്നില്ലേ? നിങ്ങൾ ഇൻവെസ്റ്റ് 30,000 തന്നിട്ട് നിങ്ങൾക്ക് ഒരു സാധനവും തരാതെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കുകയല്ലല്ലോ ചെയ്തത്, അല്ലേ? നിങ്ങൾക്ക് 100% ജെനുവിനായിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നു. പിന്നെ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നില്ല എന്ന് ഫസ്റ്റ് സൂം മീറ്റ് തന്നെ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും. അത് അവിടെ ഇവിടെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്ന ആളിനോട് നിങ്ങൾക്ക് പറയാം, എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മീറ്റിംഗ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു ബിസിനസ്, ഇതൊരു എന്താ പറയുക, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. അവിടെ ബിസിനസ്സാണ് നടക്കുന്നത്. എങ്ങനെയാണ് ബിസിനസ് നടക്കാണ്ട് നമുക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്? ഇതൊന്നും മനസ്സിലാക്കാണ്ട് വന്നിട്ട് സ്കാമാണ്, ഓരോ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. അതിൻ്റെ പ്രോഡക്റ്റ് ആദ്യം ഉപയോഗിക്കുക. അതെന്താണ് വർക്ക് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കി ഇറങ്ങുന്നവർക്ക് 100% വിജയിക്കാൻ പറ്റുമെന്നുള്ളത് 100% സത്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നെഗറ്റീവൊക്കെ കേട്ട് അവിടെ ഇരിക്കുന്നവർ അവിടെ ഇരിക്കുകയുള്ളൂ. ഒരിക്കലും അവർ എല്ലാം ശരിയാണെന്ന് പറയുന്നില്ല, തട്ടിപ്പുണ്ടാവും. പക്ഷേ ഫോറെവർ എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പറയൂ കേട്ടോ.